വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് രംഗത്ത് വന്നു. വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നായിരുന്നു പരിഹാസം. ഞാൻ ചിരിച്ചു പോയനെ. എന്നെ കേവലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിന്റെ അടുത്തൊന്നും എനിക്ക് അവരൊക്കെ ഒന്ന് തെറിച്ച് മാറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ, എന്നാലും നമുക്ക് നോക്കാം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച ഒരാള് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയാണ്. നേരത്തെ പ്രജാവിഷയത്തിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. കലുങ്ക് ചർച്ചകൾ നടന്ന CPM-നെ ശിവൻകുട്ടി എത്രമാത്രം വിറളി പിടിപ്പിച്ചു എന്നതിന്റെ പ്രതികരണമാണ് പറഞ്ഞതും. ഇതാ മറുപടി വന്നു കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രമന്ത്രിയുടെ പരിഹാസത്തിന് ഫേസ്ബുക്കിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി. പ്രേക്ഷകർ കണ്ടില്ലേ? ഒരു മുട്ടുസൂചിയുടെ ഉപകാരം പോലും കലുങ്ക് തമ്പ്രാനിൽ നിന്ന് കേരളത്തിനില്ല എന്നാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷെ എഴുതിയിരിക്കുന്നത് മുട്ടുസൂചി എന്നാണ്. മുട്ടുസൂചി എന്നല്ലേ നമ്മൾ സാധാരണ പറയാറുള്ളത്. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. ഞാൻ ഒരൊറ്റ ക്ലാസ് പഠിക്കാതെ ഈ നിലയിലെത്തിയത് അത് നിനക്കറിയാമോ? അത് പെരുമാറ്റത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്കത് അദ്ദേഹം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര മന്ത്രിയാണല്ലോ. അയാൾക്ക് സംസ്ഥാനത്തിന്റെ ആളിനെ പറ്റി പറയാനുള്ള അധികാരമില്ലല്ലോ. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പറ്റി ആയിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം അത് പറയും. ഇപ്പൊ അയാള് നാക്കെടുത്ത കള്ളത്തരം പറയുന്നത് മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രം. വേണ്ട വേണ്ട, ഇവനെ വിട്ടുകളി. ഞാൻ മേടിച്ചിട്ടേ പോകൂ. കള്ള വോട്ട് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആളാണ്. ഞാനൊക്കെ നല്ല വോട്ടിൽ ജയിച്ചു വന്ന ആളാണ്. യഥാർത്ഥ വോട്ടിൽ ജയിച്ചു വന്നതാണ്. കള്ള വോട്ട് കുടുംബത്തെ പോലും കൊണ്ട് കള്ള വോട്ട് ചേർത്ത് അവരെയും കൊണ്ട് അതിൽ കക്ഷിയാക്കി ആക്കാൻ വേണ്ടി മടിക്കാത്ത ആളാണ്. ഇപ്പൊ കള്ള വോട്ടിന്റെ ആളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിന് ഇപ്പൊ നാട്ടുകാർ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് ഇപ്പൊ സിനിമ സ്റ്റൈലില് കലുങ്ക് നോവൽ വന്നത്. ഈ പഴയ കാലത്ത് സിനിമയിലൊക്കെ പ്രണയ പിന്നെ കഥയെല്ലാം ഷൂട്ട് ചെയ്യുന്നത് കലുങ്കിന്റെ നായകനിരുന്ന് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോ സിനിമ സ്റ്റൈലിൽ ഇപ്പൊ കലുങ്കിന്റെ അടുത്ത് കലുങ്കിസമാണ് പുതിയ സിദ്ധാന്തം സുരേഷ് ഗോപിയുടെ. ഇയാള് കഴിഞ്ഞ മന്ത്രിയായിട്ട് ഇത്രയും കേന്ദ്ര മന്ത്രിയായിട്ട് ഇത്രയും ദിവസമായല്ലോ. ഈ നാട്ടിന് വേണ്ടി എന്തോന്ന് ചെയ്ത്? ഒരു മുട്ടുസൂചിന്റെ പ്രയോജനമെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാ? ചുമ്മാ വായിത്തോന്നിനെല്ലാം വിളിച്ചോറിഞ്ഞു നടക്കുക. പാവങ്ങൾ അപേക്ഷ കൊണ്ടിരുന്ന അടിച്ചോടിക്കുക. അയാൾക്ക് നാട്ടുകാരുടെ പാവങ്ങളുടെയും പിന്നെ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും പട്ടികജാതിക്കാരന്റെയും അവരുടെ ഒന്നും പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയവുമില്ല. അയാൾ കേൾക്കുകയില്ല. ഹലോ മിസ്റ്റർ, അങ്ങനെ അങ്ങ് പോയാലോ? ശിവൻകുട്ടി വീട്ടിൽ ചെന്നിട്ട് രാത്രി ഭാര്യയെ ഒന്ന് തട്ടി വിളിക്കണം. എന്നിട്ട് വേണം ശിവൻകുട്ടി എന്ന് പറയുന്നത് എന്നെ കൊണ്ടാണോ സുരേഷ് ഗോപിയെ കൊണ്ടാണോ ഈ നാട്ടുകാർക്ക് പ്രയോജനം എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ശിവൻകുട്ടിയുടെ ഭാര്യ അതാ സുരേഷ് ഗോപിയെ കൊണ്ടാണ്. ഉറപ്പല്ലേ? കാരണം കഴിഞ്ഞ ദിവസവും ഇടുക്കിയിൽ കലുങ്ക് ചർച്ചയിൽ പങ്കെടുത്തിട്ട് സുരേഷ് ഗോപി 17 പേർക്ക് മറ്റോ വീട് വെക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ മകൾ ലക്ഷ്മിയുടെ പേരിലുള്ള ചാരിറ്റി ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ആദ്യ ഗഡുവായി അനുവദിക്കുകയും ചെയ്തു. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. ഇത് എത്ര കാലമായി സുരേഷ് ഗോപി ചെയ്യുന്നു? കേരളത്തിൽ 20 MP-മാരുണ്ട്. CPM-നും കോൺഗ്രസിനും അല്ലെ UDF-നും LDF-നും വിമർശിക്കാൻ ഒരൊറ്റ MP മാത്രമേ ഉള്ളൂ. ആരാണ്? സുരേഷ് ഗോപി. കാരണം ബാക്കിയുള്ള MP-മാർ എന്ത് ചെയ്യുന്നു? ജനം എവിടെ പോയാലും സുരേഷ് ഗോപിയെ കാണണമെന്ന് ആർത്തലച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ വണ്ടിക്ക് മുന്നിൽ ഒരാൾ ചാടി. BJP-ക്കാർ പിടിച്ചു മാറ്റി. പിണറായി വിജയൻ വരുന്ന വണ്ടിക്ക് മുന്നിൽ ഒരാൾ ചാടി എന്തായിരിക്കും? ഇടിച്ചവനെ ചടിച്ചട്ടിക്ക് അടിച്ചവനെ രക്ഷാപ്രവർത്തനം നടത്തി ICU-ലാക്കുമായിരുന്നു. നോക്കൂ, എന്തുകൊണ്ടാണ് കേരളത്തിലെ 20 പിന്നെ 9 പേര് രാജ്യസഭയിലുണ്ട് അല്ലേ? അങ്ങനെ 29 MP-മാർ കേരളത്തിൽ തേര പാര തെണ്ടി തിരിഞ്ഞു നടപ്പുണ്ട്. ഒരൊറ്റയാളെ കണ്ടിട്ടും ഒരു നിവേദനം കൊടുക്കാൻ, ഒന്ന് കാണാൻ, സങ്കടം പറയാൻ ഇതുപോലെ ജനങ്ങൾ വരുന്നില്ല. സുരേഷ് ഗോപിയുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? ഈ മനുഷ്യനിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അല്ലേ? വിശ്വാസമുണ്ട്. ഇതിവർക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് അപഹസിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞല്ലോ, സമ്മതിച്ചല്ലോ, എനിക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനമല്ല, ഞാൻ പഴയതുപോലെ സിനിമയെ അഭിനയിക്കാൻ പോവുകയാണ്. സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ ഇനിയിപ്പം അയാൾ അഭിനയിക്കുന്ന ഓരോ സിനിമയും 8 നിലയിൽ പൊട്ടും. അതിന് ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഉള്ള ജോലി വെച്ച് തീർക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവർ സുരേഷ് ഗോപിയെ ഇങ്ങനെ വലിയ ഭൂരിപക്ഷത്തിന് 3.25 ലക്ഷം വോട്ടിന് ജയിക്കുന്ന ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? നിരന്തരം ആക്ഷേപിച്ച്, നിരന്തരം അപമാനിച്ച്.
അല്ലേ? അങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവരിങ്ങനെ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇങ്ങനെ സുരേഷ് ഗോപിയെ പിന്നാലെ ഇങ്ങനെ കുറ്റം പറയാൻ നടക്കുന്നതുകൊണ്ട് ആ മനുഷ്യനോടുള്ള സാധാരണ ജനങ്ങളുടെ ആഭിമുഖ്യം കൂടിക്കൂടി വരിക. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലടേ, നീ കളഞ്ഞിട്ട് പോടേ. ഇനിയിപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വേണം. ലോ അക്കാഡമിയിൽ നിന്ന് LLB പാസ്സായ ആളാണ് ശിവൻകുട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശിവൻകുട്ടി തിരുവനന്തപുരത്തെ SBT, മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പ് SBTയുടെ ഒരു ശാഖയിൽ കയറി ചെല്ലുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഉടനെ പുള്ളി SBTയുടെ മാനേജർ, ഇതെന്താണ് ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യാത്തത്? എന്നിട്ട് ആ ഇംഗ്ലീഷ് അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കണേ. അപ്പൊ റഹീമിന്റെ AR റഹീമിന്റെ ഒരു പുഴുങ്ങിയ ചിരിയുണ്ട്. ഈ SBT സ്ഥാപിച്ച രാജകുടുംബം ഉണ്ടല്ലോ, ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്താൽ. അപ്പൊ LLB എന്ന് പറയുന്നത് പരീക്ഷ എഴുതേണ്ട ഇംഗ്ലീഷിലാണ് അല്ലേ? അതിൽ പരീക്ഷ എഴുതി പാസ്സായി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. ശിവൻകുട്ടിക്ക് ഈ ലിഫ്റ്റ് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് ഇംഗ്ലീഷ് ചോദിക്കാൻ അറിയാൻ വയ്യ. എന്നിട്ട് പറയാം ഇംഗ്ലീഷ് അറിയാവുന്നവരെങ്കിൽ പറഞ്ഞു കൊടുക്കണേ. വീണ്ടും പറയും ഇംഗ്ലീഷ് ആരെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുക. SBTയുടെ മാനേജരോട് പറയാണ് ഈ രാജകുടുംബം ഉണ്ടാക്കിയ ബാങ്കാണ് SBT, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഇപ്പൊ SBI ലയിച്ചു. അത് ഇയാളോടൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ആൾക്ക് അത്യാവശ്യം നന്നായി ഭാഷാശുദ്ധിയോടെ സംസാരിക്കാൻ അറിയണ്ടേ? വിദ്യാഭ്യാസ മന്ത്രിയല്ലേ കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ഒരു മാതൃകാ പുരുഷനാവണ്ട്. ഭാഷാശുദ്ധി ഇല്ല. വിദ്യാഭ്യാസ മന്ത്രിക്ക് മിനിമം നന്നായി സംസാരിക്കാൻ, നന്നായി എഴുതാൻ, നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടാണ്. കുഞ്ഞുങ്ങൾ അത് കണ്ട് പഠിക്കുക. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരറിയോ? ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷ ഭുവനേശ്വർ ഉത്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നരവംശാസ്ത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് നേടിയ ആളാണ്. അല്ലെങ്കിൽ തന്നെ ഈ പഠിപ്പുള്ളവന്മാരെ എനിക്ക് എന്റെ കണ്ണിനെടുത്ത് കണ്ടുകൂടാ. കേരള വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്രെഡൻഷ്യൽ എടുത്തു വെച്ചാൽ എന്താ അതിനകത്ത് പോസിറ്റീവായിട്ടുള്ളത്? അദ്ദേഹം തിരുവനന്തപുരത്ത് മേയറായിരുന്നു, ശരിയാണ്. എന്നിട്ടോ തിരുവനന്തപുരത്ത് എന്തുണ്ടാക്കി? ഒന്നും സംഭവിച്ചില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ കുലങ്കുത്തി നശിച്ച് നാമാവശേഷമായി കിടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ക്ലാസിക് ഉദാഹരണം കഴിഞ്ഞ ദിവസം ഉണ്ടായി. നരേന്ദ്രമോദിയോടുള്ള വിദ്വേഷം പരസ്യമായി പ്രകടിപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പിണറായി വിജയൻ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഒരായമ്മയെ ഇവിടെ കലാമണ്ഡലത്തിൻ്റെ ചാൻസലറാക്കി വെച്ചിട്ടുണ്ട്. മല്ലിക സാരാഭായി അല്ലേ? മല്ലിക സാരാഭായി എന്താ പറഞ്ഞത്? കലാമണ്ഡലത്തിലുള്ള ആ മഹാഭൂരിപക്ഷ ആളുകൾക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയത്തില്ല, 50% പേർക്ക് എഴുത്തും വായനയും പോലും അറിയത്തില്ല. അതുകൊണ്ട് ഇനി വേണം പാർട്ടിക്കാരെ കൊണ്ട് ഫില്ല് ചെയ്തോ, വിവരമുള്ളവരെ വെക്ക്. ഇംഗ്ലീഷിൽ ഒരു മെയിലെങ്കിലും അയക്കാൻ അറിയുന്ന ഒരാളെങ്കിലും കൊണ്ട് വെക്ക്. അങ്ങനെയുള്ള സിസ്റ്റത്തിന്റെ തലവനാണ് വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ പിന്നെ എങ്ങനെ പറയാതിരിക്കും? നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വേണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണ്. കേരളത്തിൻ്റെ ഇത്രയും പതറ്റിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ കേരളം കണ്ടിട്ടില്ല. ഇയാളാണ് സുരേഷ് ഗോപിയെ കുറ്റം പറയാൻ പോകുന്നത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.